മമതാ ബാനർജി ആശുപത്രി വിട്ടു. വീഴ്ച പിന്നിൽ നിന്നുള്ള തള്ളൽ മൂലമെന്ന് ഡോക്ടർ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആശുപത്രി വിട്ടു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രി വിട്ടത്. നെറ്റിക്ക് പൊട്ടലുള്ളതിനാൽ വിശ്രമിക്കാനാണ് ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം. ആശുപത്രിയിൽ നിന്നും വസതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും നാളെ വീണ്ടും ആശുപത്രിയിലെത്തി പരിശോധന നടത്തുമെന്നും തൃണമൂൽ നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജിക്ക് പരിക്കേറ്റത്. വീട്ടിൽ വെച്ചാണ് അപകടമുണ്ടായത്. കാൽ വഴുതി വീട്ടിലെ ഫർണിച്ചറിൽ തലയിടിക്കുകയായിരുന്നു. നെറ്റിയുടെ നടുവിൽ ആഴത്തിലുള്ള മുറിവും രക്തവുമായി ആശുപത്രി കിടക്കയിൽ തുടരുന്ന മമതയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിലാണ് മമതാ ബാനർജിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അതേസമയം മമതാ ബാനർജി വീണത് പിന്നിൽ നിന്നുള്ള ശക്തമായ തള്ളലിനെ തുടർന്നെന്ന് ചികിത്സിച്ച ഡോക്ടർ വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ ഇക്കാര്യം തള്ളി തൃണമൂൽ നേതാക്കൾ രംഗത്തെത്തി. അവരെ ആരും തള്ളിയിട്ടിട്ടില്ലെന്നും ഡോക്ടറുടെ പരാമർശം ആശുപത്രി അധികൃതർ തിരുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. പിന്നിൽ നിന്നുണ്ടായ ശക്തമായ തള്ളലിലാണ് മമത വീണതെന്ന് അവരെ ചികിത്സിച്ച കൊൽക്കത്തയിലെ SSKM ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ മണിമോയ് ബാൻഡോപാധ്യയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുറിവ് തലയിലായതിനാൽ ഒബ്സർവേഷനിൽ തുടരാൻ പറഞ്ഞുവെങ്കിലും മമത വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് ഡോക്ടർ മണിമോയ് പറഞ്ഞു. നെറ്റിയിൽ 3 തുന്നലുണ്ട്. ECG, CT സ്കാൻ എന്നീ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. മുറിവ് ഭേദമാകുന്നതുവരെ പരിശോധനകൾ തുടരും. അനന്തരവനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി അടക്കമുള്ള കുടുംബാംഗങ്ങളും നേതാക്കളും മമതയെ ആശുപത്രിയിലേക്കും തിരിച്ചും അനുഗമിച്ചിരുന്നു. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസും മമതയെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു.